നമ്മളൊരു വിസിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഡോഗ് വിസിൽ. എല്ലാരും ഓടി വിസിലടി കേട്ടപ്പോ ചെറിയവിടെ കിടന്നേ ചെറിയ എണീച്ചിങ്ങനെ ചെറുമാമന്റെ ഫാൻസ് ഒക്കെ ഇങ്ങോട്ട് വന്നേ. ചിക്കൻ 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 ടൂണ എവിടെ നിങ്ങ മാറ് അങ്ങ് താഴെ പോ. ടൂണെ വിളിച്ച് താഴെ പോ, താഴെ പോ. ഗോ. എന്താ ചെറിയേ ചെറിയോളെ പേടിച്ചിരിക്കുന്നത് ഞെക്കി അവിടെ. ഹാപ്പി ഇനി വല്ല വിളച്ചിലും കാണിച്ചാൽ നിന്നെ ഞാൻ മേളിൽ കൊണ്ടുവിടും. നോക്കൂ, ഇത് ആക്ച്വലി ഡോഗ് വിസിലല്ല കേട്ടോ. നമുക്ക് ഡോഗ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൂടുതൽ ഏരിയ കവർ ചെയ്ത് ഇതിന്റെ സൗണ്ട് നമുക്ക് റീച്ച് ചെയ്യും. രണ്ടാമത്തേന്ന് പറയുന്നത് ഇപ്പൊ മൂഡ് സിങ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കം ഹിയർ ഒക്കെ പറയുമ്പോൾ ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കും പിന്നെ കം ഹിയർ അങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പോഴത്തേനും ഡോഗ്സ് വരത്തില്ല. ഇത് വെച്ചിട്ട് വിസിലടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരേ സൗണ്ട് ആയിരിക്കും. നമ്മളിത് വെച്ച് ട്രെയിൻ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇവർ പല സ്ഥലത്ത് നിൽക്കുവാണ്, നമുക്ക് വിളിക്കാം. കണ്ട എല്ലാരും വന്നു. ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് 1-2 വട്ടം ഒന്ന് ട്രയൽ കൊടുത്തത് മാത്രമേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് അവര് അത് കേൾക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. 4 വഴിക്ക് പോകും. ഇത് പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേക്കാം കേട്ടാ. ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് ആണ്, സൈക്കോളജിയിലൊക്കെ പഠിക്കാനുള്ളതാണ്. നമ്മള് ഒരു സാധനം ഇതിന്റെ അവർക്ക് ഫുഡുമായിട്ട് എപ്പോഴും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഡോഗ് ശ്രദ്ധിക്കും, വരും. പക്ഷെ ഈ സൗണ്ട് എന്തിനുള്ളതാണെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഈ സൗണ്ട് അതിനുള്ള ഒരു സിഗ്നലാണ് എന്നുള്ള ഒരു ഐഡിയ അവരുടെ ബ്രെയിനിൽ ഫീഡാവും. അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ വിസിലടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല, കാരണം ഫുഡ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുവാണ്. ഈ ശ്രദ്ധ മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിയുമ്പോൾ വിസിലടിക്കുക, വിസിലടിച്ച് നോക്കുമ്പോൾ ട്രീറ്റ് കൊടുക്കുക. അതാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുക. ഞാൻ ബാക്കി എല്ലാവരെയും കയറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഈ ഫുഡ് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ അവൾ അങ്ങോട്ട് പോയില്ലേ, അപ്പൊ ഞാൻ വിസിലടിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് കൊടുക്കും. ഞാൻ ബാക്കിയുള്ള എല്ലാരെയും കൂടെ നിർത്തിയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് കാണും. ചെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവിടെ പോയി നോക്കും. വീണ്ടും പോകാനായിട്ടുള്ള ഓക്കെ. ഇങ്ങനെ പഠിപ്പിച്ചാൽ മതി ആ സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. ബാക്കിയുള്ളവരവിടെ കൂട്ടിക്കിടന്ന് കരയുന്നുണ്ട്, അവിടെ അകത്ത് കയറ്റി അടച്ചേക്കുവാണ് കേട്ടോ. ഇപ്പൊ ഞാൻ പോക്കറ്റ് കൈയിട്ടേക്കുന്നുണ്ട്. അവളുടെ എന്തായിരിക്കും ആദ്യത്തെ ശ്രദ്ധ എന്ന് പറയുന്നത്? അതിനകത്ത് ഇതിന്റെ സൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല, എന്റെ കൈ മാത്രമായിരിക്കും. എന്റെ കൈ എവിടെയാണ് എന്നുള്ളതാണ് അവൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. അത് എടുത്തു കൊടുക്കാനാണ് എന്ന് വിചാരിച്ച് അവിടെ നിൽക്കും. അതുകൊണ്ടിട്ട് നമ്മൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട്, അത് ഫോളോ ചെയ്തിട്ട് ഫുഡ്. അതിനാദ്യം അവള് നമ്മുടെ അടുത്തുനിന്ന് വിട്ടുപോകുന്നത്. ഞാൻ അങ്ങോട്ട് നടക്കുവാണ്. കുറെ വരത്തില്ല, അവർക്ക് അങ്ങനെ ആ ഫുഡിനോട് വലിയ ആക്രാന്തമൊന്നുമില്ല. കണ്ട ഫുഡ് സോറി വിസിലടിച്ചപ്പോ നമ്മുടെ അടുത്ത് വന്നതിനാണ് ട്രീറ്റ് കൊടുത്തത്. ഇപ്പൊ അവളോട് നിൽക്കുവാണ്. അല്പം അങ്ങോട്ട് മാറി നിൽക്കുക. മാറി നിന്നതിന് ശേഷം വീണ്ടും കണ്ട ആ കമാൻഡിന്റെ പുറത്താണ്, സോറി ആ സൗണ്ടിന്റെ പുറത്താണ് വരുന്നത്. സിറ്റ് ഡൗൺ, sleep, wait. Okay.
ഇതേപോലെ ഓരോരുത്തരെയും നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതൊരിക്കലും ഒരു ഫ്രസ്ട്രേറ്റഡ് കോളല്ല. നമ്മൾ കം ഹിയർ പറഞ്ഞ് 2-3 കഴിഞ്ഞാൽ ദേഷ്യപ്പെടും. പക്ഷേ ഈ വിസിലിൽ നിന്ന് വരുന്ന സൗണ്ട് എപ്പോഴും ഒരേ സൗണ്ട് ആയിരിക്കും. അത് ഡോഗിനെ ഒരിക്കലും ആ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മൾ വിളിക്കുന്നതിന് തുല്യമാവത്തില്ല. പിന്നെ ഇത് ട്രെയിൻ ചെയ്യുമ്പം ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സൗണ്ട് ഫോളോ ചെയ്ത ട്രീറ്റ് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. അതായത് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പൊ അവൾ എന്തെങ്കിലും ഒരു വൃത്തികേട് കൂടെ ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും വേസ്റ്റ് എടുത്ത് കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അടിപിടി ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വിസിലടിച്ച് വിളിച്ചതിന് ശേഷം ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വിസിലിനെ ഫോളോ ചെയ്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് സംഭവിച്ചു. സോ അത് അടുത്ത തവണ എന്ന് പറയുമ്പോൾ ഇത് അടിക്കുമ്പോൾ ചിലപ്പോൾ മെമ്മറിയിൽ അതായിരിക്കും കിടക്കുന്നത്, വരാനായിട്ട് ചാൻസ് ഇല്ല. അപ്പൊ എപ്പോഴും നമ്മൾ അവരെ തിരിച്ചു വിളിക്കുന്ന ആ വിസിലോ അതേപോലെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ട്രീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹം അതല്ലെന്നുണ്ടെങ്കിൽ ടോയ്സ് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് അവർക്ക് ആഗ്രഹമുള്ള ഒരു സാധനം മാത്രം കൊടുക്കുക. ഒന്നുകൂടെ വിളിക്കാം. കണ്ടാ, ഫാസ്റ്റ് റെസ്പോൺസ് ആണ്, പെട്ടെന്ന് വരും. ഓക്കെ, നമ്മൾ കം ഹിയർ പറഞ്ഞാലും ഇതേപോലെ വരും കേട്ടോ. ട്രെയിൻഡ് ആണ് ഇത്, പക്ഷേ ഇച്ചിരി സ്പീഡിൽ നമുക്ക് ആ ഒരു റെസ്പോൺസ് കിട്ടും. ഇവള് ഭയങ്കര തൊരപ്പിയാട്ടാ. അവൻ ചെയ്യുന്ന കണ്ടിട്ടാണ് അവള് വരുന്നത് കേട്ടാ. അവളിപ്പോ സൗണ്ട് ഫോളോ ചെയ്തല്ല വന്നത്, ചെറിയ സൗണ്ട് ഫോളോ ചെയ്ത് വന്നു, ഹാപ്പി സൗണ്ട് ഫോളോ ചെയ്ത് അല്ല വന്നത്. അവന് കിട്ടുന്നത് കണ്ടിട്ട് വന്നതാണ്. നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തോ. കഴിഞ്ഞ നമ്മൾ ഓരോ സിറ്റുവേഷൻ കണ്ടിട്ട് അതിനനുസരിച്ച് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. രണ്ടാമതും ഇത് തന്നെ ചെയ്ത് കഴിഞ്ഞാലേ അവള് ചെറുക്കി കിട്ടുന്നതായിരിക്കും അവളുടെ ആ ഒരു മനസ്സില്. ഞാൻ പറയുന്നത് അവിടെ കേൾക്കുവാൻ തോന്നി കേട്ടോ. ഇതേപോലുള്ള വിസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അല്പം കൂടെ റേറ്റ് കൂടിയ വിസിലോ ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ഡോഗ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേ ഉണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ ചെന്നിട്ട് ആ ഫുട്ബോളിന്റെ ഒക്കെ കളി കൺട്രോൾ ചെയ്യുന്ന വിസിലുണ്ടല്ലോ, അതൊരെണ്ണം വാങ്ങിച്ചാലും മതി. ഏതാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് അവർ ഫോളോ ചെയ്ത് വന്നോളും. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ കം ഹിയർ പറഞ്ഞ് വിളിക്കുന്ന അല്ലെങ്കിൽ പേര് പറഞ്ഞ് വിളിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. കുറച്ചുകൂടെ റീച്ചിലോട്ട് കിട്ടുകയും അതേപോലെ നമുക്ക് ഒരു 1-2 തവണയൊന്നും ഇതിന് വെയിറ്റ് ചെയ്യത്തില്ല. ഫസ്റ്റ് വിസിലിന് തന്നെ ഓടി വരാനായിട്ട് തുടങ്ങും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.